രാഹുലിനെതിരെ പരാതി ലഭിച്ചു. ഇനി പന്ത് സ്പീക്കറുടെ കോർട്ടിൽ. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കുന്ന വിഷയത്തിൽ ഇനി തീരുമാനം സ്പീക്കർക്ക് സ്വീകരിക്കാം. MLA അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട സ്പീക്കർക്ക് നിയമസഭാ സാമാജികന്റെ പരാതി ലഭിച്ചു കഴിഞ്ഞു. DK മുരളി MLA ആണ് പരാതി നൽകിയിരിക്കുന്നത്. നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ സഭാ ചട്ടപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് പരാതി. DK മുരളിയുടെ പരാതി പരിശോധിച്ച ശേഷം പരാതി നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടണോ എന്ന് സ്പീക്കർ തീരുമാനിക്കും. നിയമോപദേശം നോക്കിയാകും തുടർ നടപടി. സങ്കീർണമായ നടപടിക്രമങ്ങൾ ഉള്ളതിനാലും 20-ന് തുടങ്ങുന്ന ഈ സർക്കാരിന്റെ അവസാന സമ്മേളനത്തിൽ അധികം ദിവസങ്ങൾ ഇല്ലാത്തതിനാലും അയോഗ്യതയിൽ തീരുമാനമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കണമെങ്കിൽ നിയമസഭാംഗം പരാതി നൽകേണ്ടതുണ്ടെന്ന് സ്പീക്കർ എൻ ഷംസീർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറണമെങ്കിൽ നിയമസഭാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതി നൽകണമെന്നും അത്തരത്തിലൊരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഷംസീർ പറഞ്ഞിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ മുൻകാല അനുഭവം സഭയ്ക്കില്ല. മുൻകാലത്ത് ഇത്തരത്തിലൊരു പരാതി ഒരു MLAക്കെതിരെയും ഉയർന്നിട്ടില്ല. എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്പീക്കറാണെന്നും ഷംസീർ വ്യക്തമാക്കിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായത് സഭയുടെ അന്തസ്സിനെ ബാധിക്കില്ലെന്നും സഭയുടെ അന്തസ്സിന് എങ്ങനെയാണ് ഇത് കളങ്കമാവുകയെന്നും സ്പീക്കർ ചോദിച്ചു. വ്യക്തികളല്ല സഭയുടെ അന്തസ്സ് തീരുമാനിക്കുകയെന്നും ഒരു കൊട്ടയിലെ ഒരു മാങ്ങ കെട്ടാൽ എല്ലാം മോശമായി എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് സ്പീക്കർ പറഞ്ഞു. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. ചില സാമാജികരുടെ ഭാഗത്ത് തെറ്റുണ്ടായാൽ എല്ലാവരെയും മോശക്കാരാക്കരുതെന്നും ജനം നല്ല പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എൻ ഷംസീർ പറഞ്ഞു. സ്പീക്കറുടെ പത്രസമ്മേളനത്തിന് പിന്നാലെയാണ് DK മുരളി MLA പരാതി നൽകിയത്. ഇനി തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ്. അതേസമയം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാലോ എന്ന ചോദ്യത്തിന് അത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു ഷംസീറിന്റെ പ്രതികരണം. നിയമസഭാ സമ്മേളനം ഈ മാസം 20 മുതൽ നടക്കുമെന്നും ഷംസീർ അറിയിച്ചു. 26-ന് ബജറ്റ് അവതരിപ്പിക്കും. 32 ദിവസം സഭ സമ്മേളിക്കും. മാർച്ച് 26-ന് അവസാനിക്കും. ഈ സഭാ സമ്മേളനം സമാധാനപരമായിരിക്കുമെന്നും പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതുവരെ സഹകരിച്ചിട്ടുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു.